ഹലോ ഉണ്ണി ബ്രോ, എന്തൊക്കെയുണ്ട്? ആ വരണം വരണം. മിഖായിൽ കഴിഞ്ഞിട്ട് നിന്നെ ഇപ്പോഴാണ് കണ്ടു കിട്ടിയത്. നിന്നോട് അന്നേ രണ്ട് പറയാൻ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ആഹാ, എന്തായിരുന്നു വിശേഷിച്ച്? എടാ കുറെ തീട്ടടയിലും തന്നിട്ട് പറഞ്ഞു ബ്രോ ഭയങ്കര മാസാന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് പോയതല്ലേ. എന്നിട്ട് ഇപ്പോഴാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പോഴും തീട്ടവില്ലെന്നുള്ളൊരു പേര് മാത്രം ബാക്കിയാ. ബ്രോ ഒന്ന് പടം കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനധികം പറഞ്ഞായിരുന്നല്ലോ. ആ, നിന്നെ അത്രയെന്ന് പറഞ്ഞാൽ പോരെ. അതിനിപ്പോ എന്താ ബ്രോ, പടം യൂട്യൂബിൽ ഹിറ്റല്ലേ. നോർത്തിലൊക്കെ ബ്രോ ആരാന്ന വിചാരം? ആരാ? പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ലേ. ഓ ശരിക്കും. ശരിക്കും ഈ പടം ഇപ്പൊ ഒന്ന് ഹിന്ദിയിൽ റീ റിലീസ് ചെയ്ത് നോക്ക്, 100 കോടി ഷുവറാ. ഓ അത് വേണ്ട. ഇവിടെ ഉള്ളവന്മാരെ ആ തീട്ടടയിലൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുക. ഇനി ഞാനായിട്ട് അങ്ങോട്ട് കയറി ഓർമ്മിപ്പിക്കുന്നില്ല. എന്നാ പിന്നെ നമുക്ക് വേറൊരു പരിപാടി ചെയ്താലോ? എന്ത് പരിപാടി? നമുക്ക് മാർക്കോയെ വെച്ചൊരു പടം അങ്ങ് ചെയ്താലോ? ഇല്ലില്ല, ഇനി നിന്നെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കുന്ന പരിപാടി. അങ്ങനെ പറയല്ലേ ബ്രോ, എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ട് ബ്രോ. ഇതൊന്ന് കേട്ട് നോക്ക്, ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. നീ പോണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. ഞാനേ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർക്കോട് ഒരു സ്പിൻ ഓഫ് ആണ്. അല്ല ഇതെങ്ങനെ സ്പിൻ ഓഫ് ചെയ്യാൻ? മിക്കായലിൽ പുള്ളി ചത്തില്ല. ഇപ്പം മൾട്ടിവേഴ്സ് ഒക്കെ ആണല്ലോ ട്രെൻഡ്. ഇതിന് അതേപോലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കഥയായിട്ട് അങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ വിചാരിച്ചു. പിന്നെ നമ്മുടെ മിഖായൽ യൂണിവേഴ്സ് പോലെ ഇവിടെ മനുഷ്യജീവനൊന്നും യാതൊരു വിലയില്ല. പോലീസുകാരൊക്കെ ലോക കോമഡി. എന്നിട്ട് നമ്മുടെ മാർക്കോ ഈ അടാട്ട് തറവാട്ടിലെ ദത്തുപുത്രനാണ്. പക്ഷേ ഈ ദത്തുപുത്രനാണെങ്കിലും എല്ലാവരും പുള്ളിയെ പട്ടി നായ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവിടെ ഒരു നായുണ്ട്, an obedient pitbull. അങ്കിൾ ഒരു ഡോഗാണ്, നമ്മുടെ വീട്ടിലെ കാവൽ നായ. തന്തയാരെന്നറിയാത്ത നായയാണോ? അതെന്താ? മാസ് അതുമല്ല, പുള്ളി എന്ത് കിട്ടിയാലും കടിച്ചു പറിക്കും. പുള്ളിക്ക് ഫാമിലി എന്നാൽ ഭയങ്കര ജീവനാണ്. പക്ഷെ ഫാമിലിയിലുള്ളവർക്ക് പുള്ളിയെ പുല്ല് വിലയാണ്. അച്ഛായനി മാർക്കോട് എന്താ ഇത്ര വലിയ ഇഷ്ടം? നമ്മുടെ കൂടെ പറപ്പൊന്നും അല്ലല്ലോ. ബാസ്റ്റഡ് തന്നെയാണ്. ഓരോരുത്തരെ കൊല്ലാൻ നടക്കുക, ഗുണ്ടകളെ പോലെ. ചേട്ടൻ ഗുണ്ട, അനിയൻ സൈക്കോ. പക്ഷെ ചേട്ടൻ ജോർജിനും അനിയൻ വിക്ടറിനും പുള്ളിയെ ഭയങ്കര കാര്യമാണ്. എങ്ങനെയായിരിക്കും എൻ്റെ ഇൻട്രോ? എന്തായാലും എല്ലാവരും പട്ടിയെന്നല്ലേ വിളിക്കുന്നത്, നമുക്ക് പട്ടികളെ കൊന്നുകൊണ്ടങ്ങ് തുടങ്ങാം. പിന്നെ നേരത്തെ പറഞ്ഞില്ല അനിയൻ വിക്ടർ, പുള്ളിക്ക് കണ്ണ് കണ്ടുകൂടാ. അങ്ങനെ ഒരു ദിവസം ഈ ജോർജിൻ്റെ ബിസിനസ് പാർട്ട്ണറിൻ്റെ മോൻ നമ്മുടെ വിക്ടറിനെ ആസിഡിലിട്ട് അങ്ങ് കൊന്നുകളയും. ഈ പാർട്ട്ണറാണ് ടോണിച്ചായൻ. ടോണിച്ചായൻ എന്ന് വെച്ചാൽ മുട്ടിലഴിഞ്ഞു വരാൻ എടോ ഇത് കുറച്ച് ഓവറില്ലേ? കുറച്ച് ഓവറായാലേ ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ഇതൊന്നും അറിയാത്ത ജോർജ് ഈ പാർട്ട്നേഴ്സിൻ്റെ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് വിക്ടറിനെ കൊന്നത് ആരാന്ന് കണ്ടുപിടിക്കാൻ ഈ കൊല്ലിച്ചവരെ വെച്ച് തന്നെ ഒരു ടീം സെറ്റാക്കും. കൂടെ മാർക്കോയും. കണ്ണി കാണുന്നവരൊക്കെ അച്ഛനാടാട്ട കാരണവന്മാരെ സ്വഭാവം കാണിച്ചാ താൻ വിവരം അറിയും. അങ്ങനെ ഇവർ അന്വേഷിക്കാൻ ഇറങ്ങും. ഇതിനിടയ്ക്ക് നമ്മുടെ ജോർജ് ആരൊക്കെയോ കൊല്ലും. എന്തിന്? വെറുതെ പുള്ളി ടെററാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ വില്ലെങ്കിൽ അങ്ങ് മാർക്കോ ഇങ്ങനെ അന്വേഷണത്തിൽ നിന്ന് ഇങ്ങനെ പതിയെ ഇങ്ങനെ വഴി തെറ്റിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇവരാണ് ഈ വിക്ടറിനെ കൊന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഭയങ്കര പ്ലാനിങ്ങുമാണ് ബാക്കിൽ. അങ്ങനെ ഈ പ്ലാനിങ്ങിന്റെ അവസാനം ഈ കൂട്ടത്തിലെടുത്ത് നമ്മുടെ ജോർജിനെ കുത്തും. അയ്യോ പുള്ളി മരിക്കുവോ? ഇല്ല, പുള്ളി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാവും. പക്ഷെ ടോണിച്ചായൻ ഈ കുത്തിയവൻ്റെ പടലിലേക്ക് ഉള്ള കുറ്റം മൊത്തം കൊണ്ടിടും. അപ്പോൾ ഇതിനിടയ്ക്കാണ് മാർക്കോയ്ക്ക് ഈ കൂടെ ഉള്ളവന്മാർ ഇവനെ ചതിക്കുക എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് ഇവന്മാർ മാർക്കോയെ അടിച്ച് നോക്കും. എന്നിട്ട് മാർക്കോയുടെ ലെഫ്റ്റ് ഹാൻഡായ ചങ്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മരം മുറിക്കുന്ന മെഷീൻ കൊണ്ട് അറുത്തെടുക്കും. ഓ അല്ല ഇതെന്താ ലെഫ്റ്റ് ഹാൻഡ്? സാധാരണ എല്ലാവരും റൈറ്റ് ഹാൻഡ് എന്നല്ലേ പറയുന്നത്? പുള്ളി സദാസമയം മാർക്കോയുടെ ലെഫ്റ്റ് സൈഡിലേ നിൽക്കത്തുള്ളൂ. ഓ എന്നിട്ട് ഈ കൈ മുറിച്ചങ്ങൾ കണ്ടപ്പോഴത്തേക്ക് മാർക്കോയുടെ കൺട്രോൾ പോകും. എല്ലാവരെയും കൊന്നു തള്ളും. എന്നിട്ട് ആ കൈ പോയ ഫ്രണ്ടിനെ എടുത്ത് വണ്ടിയിലിരുത്തും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കൈ തുന്നി ചേർക്കാൻ പറ്റുമായിരിക്കും അല്ലേ? പറ്റും. പക്ഷെ പുള്ളി ഒരു സിഗരറ്റൊക്കെ വലിച്ചെന്ന് റിലാക്സ് ചെയ്യും. അടിയൊക്കെ കഴിഞ്ഞല്ലേ? എടോ സിവിയർ ബ്ലഡ് ലോസ്, ആള് തട്ടിപ്പോവും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. അല്ല ഈ കൈ മുറിച്ചതിന് പകരം ചോദിച്ചിട്ട് പോരെ? അതുവരെ ഇവൻ ജീവനോടെ ഇരിക്കൂടെ? ഇരിക്കും, ഇരുത്താം. എന്തേലും കാണിക്ക്. അങ്ങനെ പകരം വീട്ടാൻ ഈ മെഷീൻ കട്ടറും കൊണ്ട് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ അനിയൻ്റെ ഗർഭിണിയായ ഗേൾ ഫ്രണ്ട് ഇവന്മാരുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും. അങ്ങനെ ഈ ചങ്കിനെ ഹോസ്പിറ്റലാക്കിയിട്ട് ഈ അനിയൻ്റെ ഗേൾ ഫ്രണ്ടിനെ തെരഞ്ഞ് മാർക്കോ പോകും. അങ്ങനെ ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു 10 പേര്, അവിടെ കൊടൂര ഫൈറ്റ്. 10 പേര് കുറച്ച് കുറഞ്ഞു പോയില്ലേ? കുറഞ്ഞു പോയോ? എന്നാൽ ഒരു 20 പേര്, 50 പേര് മാക്സിമം. ഇതിലും കൂടിയ പ്രൊഡ്യൂസർ എന്നെ ഏറി കയറ്റും. നമ്മളൊരു 100 പേരെ അങ്ങ് ഇറക്കുന്നു. പകുതി പൈസ ഞാൻ ഇടാം. 50-50. ചേടാ 100 പേരൊക്കെ കുറച്ച് ഓവറല്ലേ? നീ തന്നെ അല്ലേ പറഞ്ഞ കുറച്ച് ഓവർ ആയാലേ ആളുകൾ ശ്രദ്ധിക്കുമെന്ന്? എന്ത് വെച്ച് എന്തേലും ആവട്ടെ.
പറ്റിയ ഒരു ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം എന്തുണ്ട് ഇതേപോലെ ഒരെണ്ണം. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ ഈ അടിയിടിയും കഴിയുമ്പോൾ നമ്മുടെ മാർക്കോയ്ക്ക് മനസ്സിലാവും ഈ പെങ്കൊച്ച് ഇവിടെ ഇല്ലാന്ന്. ഇതെല്ലാം ടോണിച്ചാൻ്റെ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് ടോണിച്ചാൻ്റെ കൈ വെട്ടിയെടുത്തിട്ട് ടോണിച്ചാൻ്റെ മോന് പെട്ടിയിലാക്കി കൊണ്ടു കൊടുക്കും. ഇപ്പൊ ചങ്ക് റൈറ്റ് ഹാൻഡ് ആയല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ആകുമ്പോൾ ഓബിയസ്ലി റൈറ്റ് ഹാൻഡ് ആവുമല്ലോ. അങ്ങനെ അച്ഛനെ കൊന്നതിൻ്റെ പകരം വീട്ടാൻ വേണ്ടി ടോണിച്ചാൻ്റെ 2 മക്കളും കൂടി പ്ലാൻ ചെയ്യും. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ വിക്ടറിൻ്റെ പെങ്കൊച്ചിന് ഡെലിവറി ടൈം ആവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഡോക്ടറെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കും. ഓഹോ, എന്നിട്ടെന്താ, മറ്റവന്മാരെ കുറേ ആളുകൾ വെച്ചുകൊണ്ട് നേരെ അടാട്ട് തറവാട്ടിലോട്ട് കയറി ചെല്ലും. ബെസ്റ്റ്. മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോരായിരുന്നോ? പക്ഷെ ജോർജ് ഇപ്പോഴും കോൺഫിഡൻറ്റാ. നിങ്ങൾ ആരും പേടിക്കണ്ട. ഇരുട്ട് ലീവ് വീട് പുറത്തുനിന്ന് വന്നവരെക്കാൾ പരിചയമാണ് ജോർജിന്. പക്ഷെ അവന്മാർക്ക് കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. എന്തുവാടാ ഈ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? എന്നാലല്ലേ ക്ലൈമാക്സ് കുറച്ച് പൊലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവന്മാർ ഈ കൊച്ചിൻ്റെ ഡെലിവറി എടുത്തിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോകും. അമ്മരെ കൊല്ലണ്ടേ? പിന്നെ വേണ്ടേ? അതുകൊണ്ട് മാർക്ക് പോയി കുളിച്ച് മുടിയൊക്കെ വെട്ടി കോട്ടും സൂട്ടൊക്കെ ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് ഇതെവിടെ പോന്ന്? പ്രതികാരം ചെയ്യാൻ. ഞാൻ വിചാരിച്ചു കല്യാണത്തിന് പോന്ന്. എന്തോന്നരേ ഇത്? എന്തായാലും ഓവറാക്കി. ഇനി ഞാനായിട്ട് കുറയ്ക്കുന്നില്ല. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റിനും വേണമെങ്കിൽ നമുക്കൊരു 100 പേരെ ആഡ് ചെയ്യാം. പിന്നെ ഒരു മെഷീൻ കണ്ണും. ഞാൻ 50-50 ഇടാന്ന് പറഞ്ഞോണ്ടാണ് ഇതൊക്കെ. അവന്മാരെന്താ വെട്ടാതെ നിൽക്കുന്നേ? വെട്ടിയ ചത്തുപോകത്തില്ലയോ? എനിക്ക് സെക്കൻഡ് പാർട്ട് ഇറക്കാനുള്ളതാ. അങ്ങനെ അവന്മാരെ കൊടൂരമായിട്ട് കൊല്ലുന്നു. പടം തീരുന്നു. കൊള്ളാം. എന്തായാലും മറ്റേതിന്റെ പോലെ തീട്ടിടാലോ ഒന്നുമില്ല. അത്രേ ആശ്വാസം. താങ്ക് യു. എന്തായാലും 50-50 ഇടുമല്ലേ. ഞാൻ ഷൂട്ടിങ്ങിന് ആവശ്യമുള്ള കുറച്ച് പ്രോപ്സിൻ്റെ ലിസ്റ്റ് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. നോക്കി. ബ്ലാക്ക് ടീഷർട്ട്, ബ്ലാക്ക് ഡിഫൻഡർ, ബ്ലാക്ക് ബെൻസ്, ബ്ലാക്ക് ജുബ്ബ, ബ്ലാക്ക് തൊപ്പി, ബ്ലാക്ക് ജാക്കറ്റ്, ബ്ലാക്ക് സൺഗ്ലാസ്, ബ്ലാക്ക് കുട, ബ്ലാക്ക് സാരി, ബ്ലാക്ക് അണ്ടർവെയർ കൂടെ വേണമായിരിക്കും. കണ്ണിട്ടായിരിക്കാൻ 2 വൈറ്റ് BMW കൂടെ ആയാലോ? തൽക്കാലം ഇത് മതി. ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഇറക്കാം. സെക്കൻഡ് പാർട്ട് നടക്കൂടെ? നടന്നാ മതിയായിരുന്നു. പേടിക്കണ്ട. ഐ ആം വിത്ത് യു ബഡി. ഞാൻ ഉള്ളിടത്തോളം നിനക്കൊന്നും സംഭവിക്കില്ല. എന്ത് വന്നാലും ഈ നമ്പറിലേക്ക് വിളിക്കാനാ വിക്ടർ പറഞ്ഞത്. സ്റ്റോറേജില്ലാതെ നിനക്ക് എന്തിനാണ് ക്യാമറ? ലൈവ് കാണാനാ. ലൈവ് കാണാൻ നിന്റെ പെമ്പർ നോക്കി ആരാടാണ് കടവായത്? സാറേ, പോലീസുകാരോട് ഒട്ടും ബഹുമാനമില്ലാത്ത ആളാ ഞാൻ. സാറ് വിട്ടോ. നടപടി ആയില്ല സാറേ, നമ്മൊരു മുടയാ.